പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ എൻ്റെ പൊന്നുമക്കളെ, ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിച്ചാൽ നിങ്ങൾക്കൊരു 6 മാർക്ക് എങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും. 6 മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഒരു എളുപ്പവിദ്യയാണ്. എങ്ങനെയാണ് ഒരു ഉപന്യാസം എഴുതുക? നമുക്കറിയാം, വാർഷിക പരീക്ഷയാവട്ടെ, ഏത് പരീക്ഷയാണെങ്കിലും മലയാളം പരീക്ഷയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഉപന്യാസം എന്ന് പറയുന്നത്, അല്ലേ? അതായത് വാർഷിക അല്ലെങ്കിൽ പരീക്ഷയാവുന്ന സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് ഉപന്യാസം. എങ്ങനെ ഉപന്യാസം എഴുതാം എന്നുള്ളതാണ്. അല്ലെ, ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ സാർ നിങ്ങളോട് പറയാൻ പോകുന്നത്. 5-6 മിനിറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 മാർക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രം ശ്രദ്ധിച്ച് ഇത് ഏത് ഉപന്യാസം വന്നാലും ഇതേ രീതിയിൽ മക്കൾ എഴുതിയാൽ മതി. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, നമ്മൾ ഒരു ശീർഷകം കൊടുക്കണം. എങ്ങനെ ശീർഷകം? നമുക്കൊരു പേപ്പറാണ് ഇതെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ശീർഷകം എഴുതുന്നത്. വലിയ ബാനർ ശീർഷകം കൊടുക്കണം. ഒപ്പം അടിയിൽ വരയ്ക്കുകയും വേണം. ആദ്യത്തെ നിയമമാണ് ശീർഷകം നിർബന്ധമാണ്. ഉപന്യാസം എഴുതാൻ ചോദിച്ചാൽ ശീർഷകമില്ലാതെ ഉപന്യാസം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടില്ല. ക്ലിയർ ആണോ മക്കളെ? ഇനി ചെറുതും ആകർഷണീയവുമായിരിക്കണം നിങ്ങളുടെ തലക്കെട്ടെന്ന് പറയുന്നത്. ചെറുതും ആകർഷണീയവും ആവണം. അതായത് പെട്ടെന്ന് ആശയത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചെറിയ ശീർഷകമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു പാരഗ്രാഫ് ഒന്നുള്ള ശീർഷകം കൊടുക്കരുത്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നീളമുള്ള ശീർഷകം ഒന്നും കൊടുക്കരുത്. ചെറുതും അട്രാക്റ്റീവുമായ ഉപന്യാസമാണ് ശീർഷകമാണ് നിങ്ങൾ ഉപന്യാസത്തിന് കൊടുക്കേണ്ടത്. ഉപക്രമം, അതായത് ആമുഖം. ഉപക്രമവും ആമുഖവും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഉപക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരനെക്കുറിച്ചും എഴുത്തുകാരൻ്റെ അതായത് കൃതികളുടെ രീതിയെക്കുറിച്ചും നിങ്ങൾ എഴുതണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഉപന്യാസം എഴുതാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഓർത്ത് വെക്കുക. എന്താണെന്നറിയോ? എത്ര നാളായ അമ്മേ നിന്നെയും തിരഞ്ഞ് ഈ വിധം കേട് ഞാൻ അറിയുന്നു കവിതയോട് എന്ന കവിതയിലെ വരികളും, ഇനി പി കുഞ്ഞിരാമൻ നായരുടെ ഏതാണ് കളിയച്ചൻ ജനിക്കുന്ന പാഠത്തിലൊരു വരിയും തമ്മിൽ എഴുത്തുകാർക്കെന്നും പ്രകൃതി പ്രചോദനമാണ്, എഴുത്തിന് പ്രകൃതി പ്രചോദനം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇങ്ങനെ വരുമ്പോൾ ആമുഖം നമ്മൾ എന്ത് എഴുതണം? മലയാളത്തിൻ്റെ പ്രിയ കവി ഉബൈദിൻ്റെയും പി കുഞ്ഞിരാമൻ നായരുടെയും വരികൾ നമുക്ക് നൽകുന്ന സൂചന തീർച്ചയായിട്ടും അവർക്ക് അവരുടെ രചനയ്ക്ക് പ്രകൃതി എങ്ങനെയാണ് പ്രചോദനമായത് എന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ എഴുത്തുകാരെക്കുറിച്ച് ഉള്ള ഒരു സൂചന. അതായിരിക്കണം ആമുഖം എന്ന് പറയുന്നത്. വിഷയത്തിൻ്റെ സാമൂഹ്യ സമകാലിക പ്രസക്തി എഴുതണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയത്തിന് എന്തെങ്കിലും സോഷ്യൽ റെലവൻ്റ് ആണോ, അല്ലെങ്കിൽ ഇന്ന് പ്രസക്തമാണ്, ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും വിധത്തിലുള്ള പ്രസക്തി ഉണ്ടോ, ഇവയെല്ലാം നിങ്ങളുടെ ഉപന്യാസത്തിൽ വരേണ്ടതുണ്ട്. അപ്പം വിഷയത്തിന് സാമൂഹ്യ പ്രസക്തി, സോഷ്യൽ റെലവൻ്റ് ആണ്, അതായത് സാമൂഹ്യപരമായി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കുക. സമകാലികമായിട്ട് ഇന്നത്തെ വിഷയവുമായി എന്തെങ്കിലും ബന്ധമുള്ള വിഷയമാണോ ഉപന്യാസത്തിന് തന്നത് നോക്കുക. ഇത് രണ്ടും നിങ്ങൾ ഉണ്ടാവണം. ഇനി ശാസ്ത്രീയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ എഴുതണം. മഹത്ത് വചനങ്ങൾ, അല്ലെ, മഹാന്മാരുടെ വചനങ്ങൾ ഉണ്ടാകും, അല്ലേ? ഇപ്പം ഏതൊരു കവി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തൂലികത്തുമ്പിൽ ഓരോ അക്ഷരങ്ങൾ വിരിയുന്നതും വാനിൽ നക്ഷത്രങ്ങൾ വിരിയുന്ന പോലെയും ചെടികളിൽ പൂക്കൾ വിരിയുന്ന പോലെയുമാണ്. ഇത് പ്രകൃതിയും ആകാശവും നക്ഷത്രവും തൻ്റെ രചനയ്ക്ക് എത്രമാത്രം പ്രചോദനമായി എന്നൊരു കവി പറഞ്ഞതാ. അതുപോലെയുള്ള കവിവചനങ്ങളോ കവിവാക്യങ്ങളോ മഹാന്മാരുടെ വചനങ്ങളോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യവുമായി മാച്ച് ചെയ്ത് എഴുതാൻ കഴിയുമെങ്കിൽ അവ എഴുതുന്നത് ഏറ്റവും നല്ലതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? കവിതാശകലം അതുപോലെ തന്നെയാണ്. കവിതാശകലങ്ങൾ നിങ്ങൾ എഴുതുമ്പോഴും അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഉപസംഹാരം, കൺക്ലൂഷൻ ഉണ്ടാവണം. അങ്ങനെ 3 പാരഗ്രാഫാക്കി ഖണ്ഡികയാക്കി തന്നെ എൻ്റെ മക്കൾ എഴുതണം. ആമുഖം ഒരു പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. വിഷയവും
അതിൻ്റെ സാമൂഹ്യ സമകാലിക പ്രസക്തി ഉൾപ്പെടുത്തി ആശയവും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടാവണം. അതിലുള്ള പ്രത്യേകിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു സമ്മറി ആയിക്കൊണ്ട് കൺക്ലൂഷൻ ഭാഗവും, അതായത് ഉപസംഹാരവും ഉണ്ടാകണം. ഇങ്ങനെയാണ് ഉപന്യാസം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ശീർഷകമുണ്ടാവണം, അത് ചെറുതും ആകർഷണീയവുമായിരിക്കണം, ഉപക്രമവും ആമുഖവും ഉണ്ടായിരിക്കണം. അതുപോലെ പാരഗ്രാഫ് ഖണ്ഡിക തിരിച്ച് തന്നെ എഴുതണം. പാരഗ്രാഫ് തിരിച്ച് തന്നെ മിനിമം 3 പാരഗ്രാഫ് എങ്കിലും വേണം. അതിൽ ആമുഖം, ഒരു പാരഗ്രാഫ് ആമുഖവും ഉപക്രമവും തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ പ്രസക്തിയും എല്ലാം കൂടെ കൂട്ടി ആമുഖം ഒരു പാരഗ്രാഫ് എഴുതണം. ആശയം സാമൂഹ്യ സമകാലിക പ്രസക്തി വെച്ചുകൊണ്ട് അടുത്ത പാരഗ്രാഫ് എഴുതണം. അതിൻ്റെ കവിതയുടെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആശയത്തിൻ്റെ ഒരു സമ്മറി എന്നതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺക്ലൂഷൻ ഭാഗവും എഴുതണം. ഇങ്ങനെയാണ് ഉപന്യാസം തയ്യാറാക്കേണ്ടത്. ഓക്കെ ആണോ മക്കളെ? അപ്പം നമുക്ക് ഉപന്യാസം എങ്ങനെ തയ്യാറാക്കണമെന്ന് പഠിച്ചല്ലോ. ഓക്കെ അല്ലേ?